നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. വയോധികനെ നഗരമധ്യത്തിലെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കടുപ്പശ്ശേരി ചെതലൻ ഫ്രാൻസിസിനെയാണ് ഇരിങ്ങാലക്കുട ഞവരിക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 60 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ കുളത്തിൽ കുളിക്കാനെത്തിയവരാണ് കുളത്തിൽ മൃതദേഹം കണ്ടത്. ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘം മൃതദേഹം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇരിങ്ങാലക്കുട പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് AKP ജംഗ്ഷൻ റോഡിൽ ടൈലിടുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. സെപ്റ്റംബർ 30 വരെ ടൈലിടുന്ന പ്രവൃത്തികൾ തുടരുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൈലിടുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ മാസം അവസാന വാരത്തിൽ ഇവിടെ മെറ്റലിംഗ് പൂർത്തീകരിച്ചിരുന്നു. നഗരത്തിലെ പ്രധാനപ്പെട്ടതും ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നാണിത്. LIC ഓഫീസ് അടക്കം നിരവധി സ്ഥാപനങ്ങളാണ് ഈ റോഡിൽ പ്രവർത്തിക്കുന്നത്. മഴക്കാലമാകുന്നതോടെ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതാകുന്നത് വർഷങ്ങളായുള്ള പതിവ് കാഴ്ചയായിരുന്നു. റോഡിന്റെ തകർച്ചയിൽ നിരവധി പ്രതിഷേധങ്ങളും ഇവിടെ ഉയർന്നു വരാറുണ്ട്. മെറ്റലിംഗും ടാറിങ്ങും നടത്തി മഴക്കാലമാകുന്നതോടെ റോഡ് തകരുന്നത് പതിവായതോടെയാണ് ഇക്കുറി റോഡ് ടൈലിടാൻ നഗരസഭ തീരുമാനിച്ചത്. റോഡ് ടൈലിടുന്നതിന് 22.5 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുള്ള സംസ്ഥാന അവാർഡിന് ഇരിങ്ങാലക്കുട സ്വദേശി M. സുധീർ മാസ്റ്റർ അർഹനായി. 2005 ജനുവരിയിൽ ഇരിങ്ങാലക്കുട മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായാണ് സർവീസ് ആരംഭിക്കുന്നത്. NSSന്റെ പ്രോഗ്രാം ഓഫീസറും ജില്ലാ കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2024 മാർച്ച് മുതൽ കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി പ്രവർത്തിച്ചു വരികയാണ്. ഇരിങ്ങാലക്കുട അണിമംഗലം വില്ലയിലാണ് താമസം. സ്മിത ഭാര്യയും CA വിദ്യാർത്ഥിനി ഗായത്രി മകളുമാണ്. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് M. സുധീർ മാസ്റ്ററെ മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ വസതിയിലെത്തി അഭിനന്ദിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് പ്രിയപ്പെട്ട സുധീർ മാസ്റ്റർക്ക് ലഭിച്ചതിൽ ഏറെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. ഇരിങ്ങാലക്കുട ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 20 വർഷക്കാലം നല്ല അധ്യാപകനായി പ്രവർത്തിച്ചതിന് ശേഷം കൊടകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പളായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് പ്രിയപ്പെട്ട സുധീർ മാസ്റ്റർക്ക് സംസ്ഥാന അവാർഡ് ജേതാവ് എന്ന നിലയിലുള്ള ഒരു വലിയ പുരസ്കാരം ലഭിക്കുന്നത്. ഇരിങ്ങാലക്കുടക്കാരനായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇവിടെ താമസിക്കുകയാണ്. അനേക വർഷങ്ങളായി ഇരിങ്ങാലക്കുടക്കാരനാണ്. ഇദ്ദേഹത്തെ തേടിയെത്തിയ അവാർഡ് സംസ്ഥാന തലത്തിലുള്ള ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള അവാർഡാണ്. പാഠ്യേതര രംഗങ്ങളിലുള്ള മികവും അതോടൊപ്പം തന്നെ നല്ല നിലയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു മാതൃകാ അധ്യാപകൻ എന്ന നിലയ്ക്കുമാണ് പ്രിയപ്പെട്ട സുധീർ മാഷിന് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട BRCയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ഷിബിൻ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. BPC KR സത്യപാലൻ സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അനുപം പോൾ നന്ദിയും പറഞ്ഞു. കുട്ടികളെ കൊണ്ടുവന്നു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സ്വാശ്രയ കൊമേഴ്സ് ഫിനാൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ക്രൈസ്റ്റ് കോം ക്വിസ് മത്സരം ബുധനാഴ്ച നടക്കും. കൊമേഴ്സ്, ബിസിനസ് എന്നീ വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിയാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചിട്ടുള്ളത്. കോളേജ് ഓഡിറ്റോറിയത്തിൽ രാവിലെ 9:15 കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥിയും മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറുമായ VP നന്ദകുമാർ ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 2 പേർ അടങ്ങുന്ന 68 ടീമുകൾ പങ്കെടുത്ത പ്രാഥമിക റൗണ്ടിൽ നിന്നും 12 ടീമുകളാണ് ഓൺലൈനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.